ഏവരെയും മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നെതന്യാഹുവിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിച്ചുകൊണ്ട് ഗസയിൽ പുതിയ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഗസക്കാരെ മുഴുവൻ പുറത്താക്കി ഗസ പിടിച്ചെടുക്കാനും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും പദ്ധതികളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി ഹമാസിന്റെ വരുതിയിലേക്ക് ഇരുവരെയും വരുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഗസയിൽ ഇപ്പോഴുള്ളവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കാൻ മൊബൈൽ വീടുകളും പേലോഡർ എസ്കലേറ്റർ തുടങ്ങി ഹെവി വെഹിക്കിളുകളും കൂടാതെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന അഭയാർത്ഥികളും ഗസയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ ഈജിപ്ത് റഫ അതിർത്തി ക്രോസിംഗിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഇസ്രായേൽ സൈന്യം അങ്ങനെയെങ്കിൽ വീണ്ടും ബന്ദിമോചനം തടസ്സപ്പെടും എന്ന ഹമാസിന്റെ ഭീഷണിയെ തുടർന്ന് ഇവയെല്ലാം കടത്തിവിട്ടുകൊണ്ട് നിരുപാധികം പിൻവലിയുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. ഗസക്കാരുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇനി ഒരിക്കലും അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടാൻ കഴിയില്ല എന്ന ബോധ്യമാണ് നെതന്യാഹുവിൽ ഉണ്ടാക്കുന്നത്. ഇത് അയാളുടെ സ്വപ്നങ്ങൾക്ക് വീണ്ടും കരുനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. തികച്ചും ട്രംപിനെ ആശ്രയിച്ചുകൊണ്ടുള്ള വാക്കുകളും പ്രവൃത്തിയുമാണ് ഇപ്പോൾ നെതന്യാഹുവിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പണവും ആയുധവുമില്ലാതെ അയാൾ ഇപ്പോൾ നിസ്സഹായ അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ശൗര്യമെല്ലാം അവസാനിപ്പിച്ച് യാഥാർത്ഥ്യബോധത്തോടെ നെതന്യാഹു പെരുമാറാൻ പഠിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. തന്നെയുമല്ല, ട്രംപിന് ശത്രുദോഷം കൂടി വരുന്നതല്ലാതെ അയാളുടെ ഉത്തരവുകളൊന്നും ഈ ലോകത്തെ ഏൽക്കുന്നില്ല എന്നും ട്രംപ് മനസ്സിലാക്കിയതിനാൽ അയാളും ഇപ്പോൾ സമാധാനം അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. അതിൽ പ്രധാനമായുള്ളത് ഫെബ്രുവരി 17 ശേഷവും ലെബനോനിൽ തുടരണം എന്ന IDFന്റെ മോഹം ട്രംപ് ഉടച്ചു കളഞ്ഞതാണ്. ലെബനോനിൽ നിന്നും പിന്മാറിയേ പറ്റൂ എന്ന ട്രംപിന്റെ നിർദ്ദേശത്തെ തുടർന്ന് 5 പോസ്റ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സൈന്യവും ഇസ്രായേലിലേക്ക് തിരികെ പോയപ്പോൾ IDF പിന്മാറിയ ഇതേ സ്ഥലത്തേക്ക് ഇപ്പോൾ ലെബനോൻ സൈന്യം വിന്യസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗസയിൽ ഹമാസ് അതിശക്തമായി തിരിച്ചു വരുന്നതും ലെബനോനിലെ സൈനിക വിന്യാസവുമൊക്കെ നെതന്യാഹുവിനെ കൂടുതൽ ഭയപ്പെടുത്തുകയാണ്. ശത്രുക്കൾ ശക്തി പ്രാപിക്കുന്നതോടെ ഇസ്രായേൽ ഇതുവരെ ചെയ്ത യുദ്ധവും നഷ്ടവുമൊക്കെ ഒരു ഫലവുമില്ലാതെ വരികയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് 25 കൊല്ലത്തെങ്കിലും ആയുധങ്ങളും വികസനവും എല്ലാം തീർത്തും അസ്തമിച്ചിരിക്കുകയാണ്. അതിലും പ്രധാനം സൈനിക സേവനം ചെയ്തിരുന്ന ആയിരക്കണക്കിന് യുവതീ യുവാക്കൾക്ക് അംഗവൈകല്യം നേരിട്ടതാണ്. തൊഴിൽ മേഖല ആകെ തകർന്നു. വിദേശ രാജ്യങ്ങൾ ഭൂരിപക്ഷവും ജൂതരെ വെറുത്തിരിക്കുകയും ചെയ്യുന്നു. ശരിക്കും യുക്തിപരമായി ഇസ്രായേലിന് അതിമാരകമായ പരിക്കാണ് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൂടാതെ ഇസ്രായേലികൾ പരമ്പരാഗത ഹദേലി ജൂതരെന്നും സൈനിസ്റ്റ് ജൂതരെന്നും രണ്ടായി പിരിഞ്ഞിരിക്കുന്നതാണ് മറ്റൊരു ദുരന്തം. സൈനിസ്റ്റ് സ്ഥാപനങ്ങളുമായുള്ള എല്ലാ പങ്കാളിത്തത്തിൽ നിന്നും പിന്മാറാൻ ഇസ്രായേലിലെ ലിത്വാനിയൻ അൾട്രാ ഓർത്തഡോക്സ് സമൂഹത്തിലെ ഏറ്റവും മുതിർന്ന റബ്ബി ഡോവ് ലാൻഡോ വിശ്വാസികളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അഭയം തന്ന മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന സൈനിസം മതേതര അടിത്തറയുള്ള ജൂത സമൂഹത്തിന്റെ പ്രത്യയശാസ്ത്രവുമായി പൊരുത്തപ്പെടാനാവാത്തത് കൊണ്ട് സൈനിസ്റ്റുകളെ ഇനി അടുപ്പിക്കരുത് എന്നാണ് ഈ പുരോഹിതൻ ജൂതമത വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇവരുടെ ഈ നീക്കം സൈനിസ്റ്റുകൾ ഇസ്രായേലിൽ തന്നെ ഒറ്റപ്പെടുന്നതിന് കാരണമാകും എന്നുള്ളതാണ് സത്യം. അങ്ങനെ നാനാവശത്തു നിന്നുമുള്ള സമ്മർദ്ദം കാരണം നെതന്യാഹു തീർത്തും നിരാശനും പരാജിതനുമായിരിക്കുകയാണ്. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കണം എന്ന തീരുമാനത്തിൽ അറബികൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. തന്നെയുമല്ല, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകിടം മറിയാതിരിക്കാൻ അറബികളുമായിട്ടുള്ള കൂട്ടുകെട്ട് ഫലപ്രദമാകും എന്ന ട്രംപിന്റെ ചിന്തയും ഇസ്രായേലിന്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് പലസ്തീനെ സ്വതന്ത്രമാക്കാനും ട്രംപ് തന്നെ കാരണമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മധ്യേഷ്യൻ വാർത്തകളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.